Guys, welcome to Immu's lecture. So, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രിൻസിക് പാത്വേ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അപ്പോപ്റ്റോസിസിൽ ഇൻട്രിൻസിക് പാത്വേ ഉണ്ടായിരുന്നു, എക്സ്ട്രിൻസിക് പാത്വേ ഉണ്ട്. ഇൻട്രിൻസിക് പാത്വേ എന്ന് പറയുമ്പോൾ അപ്പോപ്റ്റിക് ഫാക്ടേഴ്സുകളെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സോഴ്സ് എന്ന് പറയുന്നത് അത് ഇൻസൈഡ് ആയിട്ട് സെല്ലായിരിക്കും. എക്സ്ട്രിൻസിക്കിൽ അത് എക്സ്റ്റേണൽ ആയിരിക്കും, പക്ഷെ ഇൻട്രിൻസിക്കിൽ അത് ഇന്റേണൽ ആയിരിക്കും. സോ നമ്മുടെ സെല്ലിനകത്ത് ദിസ് ക്യാൻ ബി എ സെൽ. സോ നമ്മുടെ സെല്ലിനുള്ളിൽ DNA ഒരു ഡാമേജ് ഫോർമേഷൻ വന്നു. DNA ഡാമേജ് ആയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവിടെ കുറച്ച് ആൾക്കാർ ഫോം ചെയ്യും. ഇറ്റ്സ് കോൾഡ് ATM ഓർ CHK. മെയിൻ ആയിട്ട് ATM ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ATM എന്ന് പറയുന്നത് അവിടെ എപ്പോഴാണെങ്കിലും ഒരു സെൽ ഡാമേജ്, ഒരു DNA ഡാമേജ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ATM വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ATMത്തിന് DNA ഡാമേജിനെ സെൻസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. സോ ATM ക്യാൻ ആക്ടിവേറ്റ് എ പ്രോട്ടീൻ കോൾഡ് P53. ഓൾറെഡി നമ്മൾ ട്യൂമർ സപ്രസർ ജീൻസിൽ കണ്ടായിരുന്നു P53യുടെ റോള്. സോ P53ക്ക് മെയിൻ ആയിട്ട് ട്യൂമർ സപ്രസേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്ന ഒരാളാണ് P53. എനിവേ നമുക്ക് ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇപ്പൊ ട്യൂമർ സപ്രസ് ചെയ്യാനാണെങ്കിലും P53ക്ക് അപ്പോപ്റ്റോസിസിലേക്ക് ലീഡ് ചെയ്യേണ്ടതുണ്ട്. ട്യൂമർ സപ്രസർ, ട്യൂമേഴ്സ് ഒന്നും ഫോം ചെയ്യാതിരിക്കാൻ ആ സെല്ലിനെ സെൽ ഡെത്തിലോട്ട് ലീഡ് ചെയ്യാനായിട്ടും P53ക്ക് സാധിക്കും. ഓക്കെ, P53 അപ്പൊ നമുക്ക് സെൽ സൈക്കിളിൽ ഒരു റോൾ ഉണ്ട് P53ക്ക്, അപ്പോപ്റ്റോസിസിനും ഒരു റോൾ ഉണ്ട് P53ക്ക്. P53 ക്യാൻ ആക്ടിവേറ്റ് എ പ്രോട്ടീൻ കോൾഡ് BAX. BAX, BAX. ബാക്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൈറ്റോകോൺട്രിയല് ഇറ്റ്സ് നോട്ട് എക്സാക്ട് സ്ട്രക്ചർ ബട്ട് സ്റ്റിൽ. അപ്പോ ഈ മൈറ്റോകോൺട്രിയല് പോഴ്സ് ഫോം ചെയ്യുക, പോഴ്സ് ഫോം ചെയ്യലാണ് നമ്മുടെ ബാക്സിന്റെ മെയിൻ റോൾ. പോഴ്സ്. സോ മൈറ്റോകോൺട്രിയ നിറച്ചും പോഴ്സ് ഫോം ചെയ്തു. സോ വാട്ട് ഹാപ്പൻഡ് ഈസ് ദാറ്റ് മൈറ്റോകോൺട്രിയയുടെ അകത്ത് കുറെ തരത്തിലുള്ള പല തരത്തിലുള്ള അപ്പോപ്റ്റോട്ടിക് ഫാക്ടേഴ്സുകളുണ്ട്. ദേ ആർ ഇനാക്ടിവേറ്റഡ് ഫോമിലായിരിക്കും മൈറ്റോകോൺട്രിയയുടെ അകത്ത് ഇരിക്കുന്നത്. അവരെല്ലാം റിലീസ്ഡ് ആകും. സോ റിലീസ് ഓഫ് ദ അപ്പോപ്റ്റിക് ഫാക്ടേഴ്സ്. ആ അപ്പോപ്റ്റിക് ഫാക്ടേഴ്സ് ഇസ് കോൾഡ് സൈറ്റോക്രോം C. സോ സൈറ്റോക്രോം C ഒരു അപ്പോപ്റ്റിക് ഫാക്ടർ ആയിരുന്നു. അത് മൈറ്റോകോൺട്രിയയുടെ ഉള്ളിലാണ് ഇരുന്നത്. ബാക്സ് എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ വന്ന് മൈറ്റോകോൺട്രിയനെ ഡീഗ്രേഡ് ചെയ്ത്, മീൻസ് അത് അവരുടെ മെംബ്രെയിൻ ഡാമേജ് ചെയ്ത് കളഞ്ഞപ്പോൾ സൈറ്റോക്രോം C റിലീസ് ചെയ്തു. സൈറ്റോക്രോം C എന്ന് പറഞ്ഞ അപ്പോപ്റ്റിക് ഫാക്ടർ ആയതുകൊണ്ട് തന്നെ മൈറ്റോകോൺട്രിയൽ വെൽ പാക്ഡ് ആയിട്ടായിരുന്നു ഇരുന്നത്. അവരെപ്പോഴും ആക്ടിവേറ്റ് ആവേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ സെല്ല് ഡാമേജിലായി, നമ്മുടെ DNA ഡാമേജ് ആയി, അപ്പോൾ ഈ അപ്പോപ്റ്റിക് ഫാക്ടേഴ്സ് റിലീസ് ആവുന്നതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മൈറ്റോകോൺട്രിയയിൽ പോർട്സുകൾ ഫോം ചെയ്തത്. സോ ഈ സൈറ്റോക്രോം C get bind to another protein called EPAF1. APAF, EPAF1. അപ്പൊ ഈ സൈറ്റോക്രോം സിയും EPAF1 എന്ന് പറഞ്ഞൊരു പ്രോട്ടീനും ചേർന്നിട്ട് പ്രോകാസ്പേസ് 9 എന്ന് പറഞ്ഞ ഒരു എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ സെൽസിനകത്ത് കുറച്ച് ഇനാക്ടിവേറ്റ് ആയിട്ട് കുറച്ച് എൻസൈംസ് ഉണ്ട്. സോ ഈ പറഞ്ഞതിന് ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള എൻസൈംസുകളെ അപ്പോപ്റ്റിക് ഫാക്ടേഴ്സ് വന്ന് ആക്ടിവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഈ പ്രോകാസ്പേസ് ക്യാൻ ലീഡ് ടു ആക്ടിവേറ്റഡ് കാസ്പേസ് 9 ആയിട്ട് മാറും. പ്രോകാസ്പേസ് 9 എന്ന് പറഞ്ഞ ഇനാക്ടിവേറ്റഡ് ഫോം ആക്ടിവേറ്റഡ് ആവും. സോ ബിക്കം ഹാപ്പി. നൗ വാട്ട്സ് ദ റോൾ ഓഫ് കാസ്പേസ് 9? കാസ്പേസ് 9 പ്രോകാസ്പേസ് 3നെ കാസ്പേസ് 3 ആക്കി മാറ്റും. സോ ഇതും ഒരു ഇനാക്ടിവേറ്റഡ് ആയിട്ടായിരുന്നു നമ്മുടെ സെല്ലിൽ ഇരുന്നത്. നോട്ട് ഹാപ്പി, ബട്ട് ആക്റ്റീവ് ആയപ്പോൾ ഹാപ്പി ആയി, കാസ്പേസ് 3 ആക്കി മാറ്റി. സോ എക്സ്ട്രിൻസിക്കിന്റെ കാര്യത്തിലാണെങ്കിലും ഇൻട്രിൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ പറഞ്ഞിരുന്നു കാസ്പേസ് 3 ആണ് അവരുടെ ഒരു എയിം. എക്സ്ട്രിൻസിക്കിലാണെങ്കിലും ഇൻട്രിൻസിക്കിലാണെങ്കിലും കാസ്പേസ് 3 ആവുക എന്നതാണ് അവരുടെ എയിം. സോ കാസ്പേസ് 3 ആയി കഴിഞ്ഞാൽ അവൻ ഓടി ന്യൂക്ലിയസിനെ ആക്ടിവേറ്റ് ആക്കി മാറ്റാൻ പോവാണ്. ന്യൂക്ലിയസ് എൻസൈം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞേക്കുവാണ്. ഇതില് ആദ്യം നമ്മുടെ DNA ഡാമേജിൽ ഫോം ചെയ്തു. അപ്പൊ ATM വിച്ച് ഗെറ്റ് ആക്ടിവേറ്റ് ദ P53.
P53 ബാക്സ് എന്ന് പറഞ്ഞ പ്രോട്ടീൻസുകളെ ആക്ടിവേറ്റ് ചെയ്തു ആൻഡ് അത് മൈറ്റോകോൺഡ്രിയൽ ചെന്ന് അപ്പോപ്റ്റിക് ഫാക്ടേഴ്സ് റിലീസ് ചെയ്തു. ദേ ലീഡ് ടു ദ സെൽ ഡെത്ത്. ഇനി ബാക്സ് പ്രോട്ടീൻ നമ്മുടെ സെല്ലിൽ എപ്പോഴായിരിക്കും ആവശ്യമുള്ളത്? നമ്മുടെ ഒരു സെല്ലിന് ഒരു ഡാമേജ് വന്നാലാണ് ബാക്സ് പ്രോട്ടീൻ ആക്ടിവേറ്റഡ് ആവേണ്ടതുള്ളൂ, അല്ലെങ്കിൽ അത് ഇനാക്ടിവേറ്റ് ആയിട്ട് ഇരുന്നാൽ മതി. സോ ബാക്സിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ് വിച്ച് ഇസ് കോൾഡ് BCL. സോ BCL എന്ന് പറയുന്നത് BCL അവര് ബാക്സുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ബാക്സിനെ ഇനാക്ടിവേറ്റ് ചെയ്ത് നിൽക്കും. അപ്പൊ ബാക്സിന് അപ്പോപ്റ്റോസിസ് നടത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ സെല്ലിൽ എപ്പോഴും അപ്പോപ്റ്റോസിസ് ആവശ്യമില്ല. സോ ആവശ്യമില്ലാത്ത സമയത്ത് BCL ചെന്ന് ബാക്സിനെ ബൈൻഡ് ചെയ്തിരിക്കും. സോ ആ ടൈമിൽ നമ്മൾക്ക് അപ്പോപ്റ്റോസിസ് ആവശ്യമില്ല. സോ BCL വേണ്ടാത്തപ്പോ BCL നമുക്ക് സെല്ലിൽ കാണേണ്ട ആവശ്യമില്ല. ആ ടൈമിൽ P53 പോയി BCL ആയിട്ട് നിൽക്കും. സോ B53 BCL ആയിട്ട് ബൈൻഡ് ചെയ്താൽ BCL ഇനാക്ടിവേറ്റഡ് ആകും. ഇവിടെ കാണാൻ പറ്റും BCL. സോ ദിസ് ഇസ് ദ BCL ബാക്സുമായിട്ട് കമ്പൈൻ ചെയ്ത് നിൽക്കുവാണ്. ഈ ഒരു ടൈമിൽ ബാക്സ് ഇസ് ഗെറ്റ് ഇനാക്ടിവേറ്റഡ്. അപ്പൊ ബാക്സിന് ഈ ഒരു ടൈമിൽ മൈറ്റോകോൺഡ്രിയൽ പോഴ്സ് ഒന്നും ഫോം ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇതൊരു ഇനാക്ടിവേറ്റഡ് ഫോമിലാണ് ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് അപ്പോപ്റ്റോസിസ് ആവശ്യമുള്ള ടൈമില് BCLനെ ഇനാക്ടിവേറ്റ് ചെയ്യാനായിട്ട് അവിടെ വേറൊരാൾ വരും, P53. സോ P53 വന്ന് BCLനെ ഇനാക്ടിവേറ്റ് ചെയ്യും. സോ BCL ഇനാക്ടിവേറ്റ് ചെയ്യാനായിട്ട് P53 വരും. ഓക്കെ, അപ്പൊ ഈ ബാക്സും P53യും വെരി ബിഗ് ഫ്രണ്ട്സ് ആണ്. P53യും ബാക്സും ബാക്സ് ആവശ്യമുള്ള സമയത്ത് P53 വന്ന് BCLനെ എടുത്തു മാറ്റും. സോ ആ ടൈമില് നമുക്ക് ബാക്സിനെ കിട്ടും. സോ ദേ ആർ ഫ്രണ്ട്സ് ആണ് P53യും ബാക്സും. സോ ദാറ്റ്സ് ഓൾ ഓൺ ഇൻട്രിൻസിക് പാത്വേ. So thank you for watching and bye guys.